പാനൂർ സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ബോംബ് നിർമ്മാണം രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമല്ലെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബോംബ് നിർമ്മിച്ചത് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. സന്തോഷ് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, ഈ പാനൂർ ബോംബ് സ്ഫോടനം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാവുകയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? കാവ്യ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന തരത്തിലുള്ള ഈ ബോംബ് നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല. മറിച്ച് ഈ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്ത് വച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ വ്യക്തമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്ത് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുകയും അതിൻ്റെ ഭാഗമായി പാനൂർ പോലീസ് സ്റ്റേഷനിലും കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലും 4 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി, അതായത് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ പലതവണ പല വിധത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇന്ന് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായാണ്, തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വിട്ടുകൊണ്ടാണ്, ഉന്നം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ ബോംബ് നിർമ്മിച്ചത് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് വ്യാജ വാർത്തകളാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരിടത്തു പോലും ഇത് CPIM പ്രവർത്തകർ RSSകാർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ബോംബാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല. മറിച്ച് നേരത്തെയെല്ലാം വാർത്തകൾ പുറത്തു വന്നതുപോലെ തന്നെ ഈ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്തുണ്ടായ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം. അതേസമയം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല. കാവ്യ, പൂർണ്ണമായും രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ഒരു നിലയ്ക്കുമുള്ള രാഷ്ട്രീയ ബന്ധം ഇപ്പോൾ നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമില്ല. സമഗ്ര വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും സന്തോഷ് നൽകിയത്.